നമസ്കാരം. ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതയുള്ളവരാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനോടും നന്ദിയുള്ളവരാണെങ്കിൽ, അത് നന്ദിയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. അങ്ങനെ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി ഉള്ളിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഒരു ബുക്കാണ് റോണ്ട ബൈറൻ്റെ മാജിക് എന്ന ബുക്ക്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു പ്ലേലിസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ്. ആ റോണ്ട ബൈറൻ്റെ മാജിക് എന്ന ബുക്കിലെ ഓരോ പ്രാക്ടീസും നമുക്ക് എങ്ങനെ നമ്മുടേതായ രീതിയിൽ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്, അതാണ് കൃതജ്ഞതയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണരുന്നു. മനോഹരമായ പ്രഭാതം. നിങ്ങൾ ഉറക്കമുണർന്നു കഴിഞ്ഞാലുടൻ നിങ്ങളുടെ ജേണൽ എടുക്കുക. അതിൽ നിങ്ങൾ എഴുതുക, എനിക്ക് നല്ല ഒരു ഉറക്കം ലഭിച്ചിരിക്കുന്നു, അതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ നന്ദി കൊണ്ടുവരാൻ ശ്രമിക്കുക. എനിക്ക് ആരോഗ്യകരമായ ഒരു പ്രശ്നവുമില്ല, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അതെല്ലാം നിങ്ങൾ എഴുതുക. അങ്ങനെ 5 കാര്യങ്ങൾ നിങ്ങൾ ആ ബുക്കിൽ കുറിച്ചു വെക്കുക. ഉദാഹരണമായി, ഞാൻ നന്ദി പറയുന്നു എൻ്റെ ആരോഗ്യത്തിനായി, കാരണം അതാണ് എനിക്ക് ഓരോ ദിവസവും പ്രവർത്തിക്കാൻ ശക്തി നൽകുന്നത്. ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിനായി, കാരണം അവർ എനിക്ക് പിന്തുണയും സ്നേഹവും നൽകുന്നു. ഈ നന്ദി പറച്ചിൽ കേവലം വാക്കിലല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആണ്ടിറങ്ങണം. ആ നന്ദിയുടെ ആ കിരണങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പർശിക്കണം. ആ നന്ദിയോടുകൂടി നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ തുടരണം. ഇതാണ് ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ്. ഓരോ നന്ദി പറയേണ്ട കാര്യങ്ങൾ എഴുതുന്നതിന് ശേഷം താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് മനസ്സിൽ നിറവോടുകൂടി ആ ബുക്കിൽ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ ദിവസം, ഇനിയുള്ള 26 ദിവസങ്ങളിലും നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് ആവർത്തിക്കണം. പക്ഷേ രണ്ടാമത്തെ ദിവസം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫണ്ണിയായി തോന്നും. പക്ഷേ ഇതും നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാം മനസ്സിൻ്റെ ഒരു കളിയല്ലേ. നിങ്ങളുടെ അക്വേറിയത്തിലോ മുറ്റത്തോ ഒക്കെ കിടക്കുന്ന ഏതെങ്കിലും ഒരു കല്ലെടുക്കുക. ആ കല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ആ കല്ല് നിങ്ങളുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ കല്ലിനെ നമുക്ക് മാജിക് റോക്ക് എന്ന് വിളിക്കാം. നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് മാജിക് കഥകളും രാജകുമാരൻ രാജകുമാരി തേടി വന്ന കഥകളും സിൻഡ്രല്ല കഥകളും ഒക്കെ കേട്ട് വളർന്നവരാണ്. അപ്പോൾ കുറച്ച് മാജിക്കൊക്കെ ആകാം ലൈഫിൽ, അല്ലേ? ഇതൊരു ചെറിയ കല്ലാണ്, പക്ഷെ ഇതിന് വലിയൊരു ശക്തിയുണ്ട്. ഒരു മനോഹരമായ ചെറിയ കല്ല്. അത് നിങ്ങളുടെ കിടപ്പുമുറിയിൽ വയ്ക്കുക. എന്നിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ആ കല്ല് കയ്യിലെടുക്കുക. എന്നിട്ട് ആ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല അനുഭവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നല്ല അനുഭവത്തിനെക്കുറിച്ച് ഓർത്തിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു താങ്ക്സ് പറയുക. തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ. അങ്ങനെ നിങ്ങൾ താങ്ക്സ് പറയുക. ആ കൃതജ്ഞതയോടുകൂടി ഉറങ്ങുവാൻ കിടക്കുക. ആ കല്ല് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, കാരണം ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഈ പ്രാക്ടീസ് ആവർത്തിക്കേണ്ടതാണ്. അടുത്ത 2 പ്രാക്ടീസസുമായി നമുക്കിനിയും കാണാം. താങ്ക് യു.